നാല് സംസ്ഥാനങ്ങളിലേക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്കുമുള്ള നിയമസഭാ ഇലക്ഷന്റെ അവസാന ഘട്ടവും പൂർത്തിയായതിനു പിന്നാലെ ഇന്നലെ വൈകിട്ട് വിവിധ ഏജൻസികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടു. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 4-നാണ് ഈ അഞ്ചിടത്തും ഫലം പ്രഖ്യാപിക്കുന്നത്. ഇന്നലെ ഈ അഞ്ചിടത്തെയും എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരുന്നു. ഇപ്രകാരം കേരളത്തിൽ UDF-ഉം പശ്ചിമ ബംഗാളിൽ BJP-യും അധികാരത്തിലെത്തും എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ DMK-യും പുതുച്ചേരിയിലും അസമിലും NDA-യും അധികാരം നിലനിർത്തും. എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലായ്പ്പോഴും പ്രീ പോൾ ഫലങ്ങളെക്കാൾ കൃത്യമായിരിക്കും. അത് ശരിയാണ്. പക്ഷേ പല ഏജൻസികളും കൃത്യമായ രീതിയിലല്ല ഈ സർവേ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ മുൻകാല തെരഞ്ഞെടുപ്പുകളിലും 2021-ലെ കേരള അസംബ്ലി ഇലക്ഷനിലും എക്സിറ്റ് പോളുകൾ എത്രത്തോളം ശരിയായിരുന്നു എന്ന് ഒന്ന് പരിശോധിക്കാം. 2021-ലെ പശ്ചിമ ബംഗാൾ നിയമസഭാ ഇലക്ഷനിൽ ശേഷം ഒരു എക്സിറ്റ് പോളും തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ പ്രകടനം പ്രവചിച്ചിട്ടില്ല. പലരും ഇഞ്ചോടിഞ്ച് പോരാട്ടം സംസ്ഥാനത്ത് നടക്കുന്നു എന്നായിരുന്നു പ്രവചനങ്ങൾ നടത്തിയിരുന്നത്. ചിലർ BJP ഭൂരിപക്ഷം നേടി അധികാരം പിടിക്കും എന്നുവരെ പ്രവചിച്ചു. ടുഡേയ്സ് ചാണക്യ TMCക്ക് 169 മുതൽ 191 സീറ്റും BJPക്ക് 119 സീറ്റും വരെയാണ് പ്രവചിച്ചത്. ജൻ കി ബാത് പറഞ്ഞത് 104 മുതൽ 121 വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ നിന്നും തൃണമൂൽ പുറത്താകുമെന്നാണ്. BJP 162 മുതൽ 185 വരെ സീറ്റുകളുടെ ഭൂരിപക്ഷം നേടും എന്നും പ്രവചിച്ചു. എന്നാൽ ഫലം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് 215 സീറ്റുകളും നേടി ഭരണം നിലനിർത്തുകയായിരുന്നു. BJP അവിടെ 77 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സഖ്യകക്ഷിയായ ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് ഒരു സീറ്റ് നേടി. ബംഗാളിലെ 294 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് 148 സീറ്റുകളാണ് വേണ്ടത്. അതേപോലെ കഴിഞ്ഞ തമിഴ്നാട്ടിൽ മിക്ക എക്സിറ്റ് പോളുകളും DMK അധികാരത്തിലെത്തും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാവരും പറഞ്ഞത് DMK വലിയ ഭൂരിപക്ഷം നേടുമെന്നാണ്. 175, 190, 195 എന്നിങ്ങനെ പോയി പ്രവചനങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിൽ DMK-യും സഖ്യകക്ഷികളും ചേർന്ന് 159 സീറ്റുകളാണ് നേടിയത്. ബാക്കി 75 സീറ്റുകൾ AIADMK-ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ലഭിച്ചു. ഇനി കേരളത്തിൽ നോക്കിയാൽ 2021-ൽ LDF തന്നെ ഭരണം പിടിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ കൃത്യമായി പ്രവചിച്ചു. പക്ഷേ UDF-ന് കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ ന്യൂസ്, ITV, ജൻ കി ബാത്, മനോരമ ന്യൂസ്, VMR, TV, മൈ ഭാരത് വർഷ്, പോൾസ്റ്റാർ എന്നിവ തൂക്കുസഭകളോ അല്ലെങ്കിൽ വളരെ ചെറിയ ഭൂരിപക്ഷമോ ആണ് LDF-ന് പറഞ്ഞത്. 14 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്ന് ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞിരുന്നു. 2021-ൽ തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ LDF 99 സീറ്റുകളാണ് നേടിയത്. അതേസമയം UDF 41 സീറ്റുകളായി കുറയുകയും ചെയ്തു. കേരളത്തിലെ 140 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷം നേടാൻ വേണ്ടത് 71 സീറ്റുകളാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് NDTV, ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട പ്രവചനങ്ങളാണ്. വിജയുടെ തമിഴക വെട്രി കഴകം 98 മുതൽ 120 സീറ്റുകൾ നേടി അധികാരത്തിന്റെ പടിവാതിൽക്കൽ എത്തുമെന്നാണ് അവർ പറയുന്നത്. ഭരണകക്ഷിയായ DMK സഖ്യത്തിനൊപ്പം തന്നെ 35% വോട്ട് വിഹിതം TVക്ക് നേടുമെന്നും പറയുന്നു. എന്നാൽ ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ പ്രവചനങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ സംശയത്തോടെയാണ് കാണുന്നത്. വിജയുടെ TVക്ക് നൽകിയ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഈ കണക്കുകൾ 70 സീറ്റുകൾ വരെയായി കുറയാൻ സാധ്യതയുണ്ടെന്നും ആക്സിസ് മൈ ഇന്ത്യ ചെയർമാൻ പ്രദീപ് ഗുപ്ത തന്നെ സൂചിപ്പിച്ചത് ഈ പ്രവചനങ്ങളുടെ വിശ്വാസ്യത ദുർബലപ്പെടുത്തുകയാണ്. എന്തായാലും ഇനി 4 ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം. വോട്ടുകൾ എണ്ണുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ രാഷ്ട്രീയ തരംഗങ്ങൾക്ക് വഴിവെച്ചേക്കാം. കേരളത്തിൽ തുടർച്ചയായി 10 വർഷം ഭരിച്ച ഒരു സർക്കാർ നേരിടുന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ പോലും എക്സിറ്റ് പോൾ റിസൾട്ട് വരുമ്പോൾ കിട്ടുന്നത് 60 മുതൽ 65 അല്ലെങ്കിൽ 70 സീറ്റുകളാണെങ്കിൽ അതൊരു ശുഭസൂചനയാണ്. അത് ഉറപ്പിക്കാൻ മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കണം.